ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും രാവിലെ സമയം വരുവാൻ ദൈവം ഒരു അവസരം നൽകി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി സങ്കീർത്തനം 17:6-12 വരെയുള്ള വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ, അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നേരിൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ് കൊണ്ട് വമ്പു പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. നമ്മൾ ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ അത്ഭുതം തോന്നും. കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തനായ രാജാവ് ഈ രാജ്യത്തെ തൻ്റെ ഏറ്റവും ഉയർച്ചയിൽ എത്തിച്ച ഈ വ്യക്തിയുടെ വായിന്ന് ഇങ്ങനത്തെ സങ്കീർത്തനം എങ്ങനെ പുറപ്പെടുന്നു? ബാലനായിരുന്നപ്പം ദാവീദ് രാജാവ് തൻ്റെ ധൈര്യത്തെ വെളിപ്പെടുത്തിയതാ. ദൈവം കൊടുത്ത ധൈര്യവും ജ്ഞാനം ഉപയോഗിച്ച് ഗോലിയാത്തിനെ കൊന്നവനാ. പക്ഷേ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അഭിഷിക്തനായ രാജാവ് തൻ്റെ ബലത്തെ ഉപയോഗിച്ച്, തൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് തൻ്റെ ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ളവനാ. പക്ഷെ എന്നാലും ഇവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാമല്ലോ. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരം അരുളുമല്ലോ. നിന്റെ ചെവി എങ്കലേക്ക് ചെയ്യിച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കഷ്ടതയുടെ സമയത്ത് ഇതിനു മുമ്പേയും വിളിച്ചപേക്ഷിച്ചിട്ടുണ്ട്. ദാവീദിന് നല്ലപോലെ അറിയാം, ആ പ്രാഗൽഭ്യമുണ്ട്. ദൈവം തീർച്ചയായിട്ടും അപേക്ഷ കേട്ട് ഉത്തരം നൽകും. തൻ്റെ ഹൃദയത്തെ പകരുവാൻ ദാവീദിന് വേറെ എങ്ങും പോകാൻ സ്ഥലമില്ല. പക്ഷേ താൻ സ്നേഹിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഹൃദയത്തെ പകർന്നു. കാരണം ദാവീദിനറിയാം, ദൈവം നീതിയുള്ളവൻ, നീതിയിൽ തൻ്റെ അപേക്ഷയ്ക്ക് ഉത്തരം നൽകും. ദൈവം തൻ്റെ കരുണ കാണിക്കും. ദൈവത്തെ ആശ്രയിക്കുന്നവരുടെ പുറത്ത് ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തും. ദാവീദിൻ്റെ വിരോധം ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ബലമോ അവരുടെ സൈന്യശക്തിയെ കണ്ട് ദാവീദ് ഭാരപ്പെടുന്നില്ല. കാരണം ദാവീദിൻ്റെ കണ്ണുകൾ ദൈവത്തിൻ്റെ പുറത്താ. അവൻ്റെ ശരണസ്ഥാനം, അവൻ്റെ കോട്ട, അവൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ ആ സമാധാനം അനുഭവിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ദാവീദിന് സമാധാനം അനുഭവിക്കുക. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം ദാവീദിനെ കാക്കുന്നുണ്ടെന്ന് ദാവീദിന് നല്ലപോലെ അറിയാം. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥാനം അംഗമാ കണ്ണ്. ചെറിയൊരു ശരീരത്തിൻ്റെ അംഗമാണെങ്കിലും ദൈവം അതിനൊരു രൂപം കൊടുത്തിരിക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി അതിനെ കാക്കുന്നുണ്ടല്ലോ. കണ്ണിനെ ശുദ്ധീകരിക്കുവാനുള്ള ആ പദ്ധതിയും ദൈവം അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ദാവീദ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാനാണ്. ദൈവം വിശ്വസ്തനായി അവനെ ഇത്രയും നാൾ കാത്തു പരിപാലിച്ചു. ആ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഒളിച്ചിരിക്കുവാൻ ദാവീദ് ആഗ്രഹിക്കുന്നു. അവൻ്റെ ശത്രുക്കൾ അവനെ എങ്ങനെയെങ്കിലും തകർക്കാൻ അവനെ ചുറ്റും വളഞ്ഞിരിക്കുമ്പോൾ ദാവീദിനറിയാം അവൻ്റെ സുരക്ഷിതത്വം ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഈ സങ്കീർത്തനത്തിൽ, ഈ പ്രാർത്ഥനയിൽ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പം ശത്രുക്കൾ എങ്ങനെയെങ്കിലും അവനെ തകർക്കുവാൻ ചുറ്റും കൂടിയായിരുന്നു.
നമ്മൾ ദൈവ പൈതലായിരിക്കുമ്പോൾ, നമ്മുടെ ചുറ്റും ശത്രുക്കൾ നമ്മളെ വളഞ്ഞിരിക്കുമ്പോൾ, നമ്മളെ എങ്ങനെയെങ്കിലും തകർക്കുവാൻ അവർ പദ്ധതികൾ ഒരുക്കുമ്പോൾ, നമുക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെന്ന് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തോട് യാചിക്കാമല്ലോ. കൃഷ്ണമണി പോലെ നമ്മളെയും കാക്കുവാൻ, തൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മളെ സുരക്ഷിതത്വം തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനല്ലയോ? നമ്മൾ ഈ സങ്കീർത്തനത്തിൽ താഴത്തെ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, ആ വാക്യം നമ്മുടെ കർത്താവ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ രക്ഷകനും പൂർത്തീകരനും ആയ കർത്താവിനെ കുറിച്ചല്ലയോ ഈ സങ്കീർത്തനം പറയുന്നത്? ദുഷ്ടൻ എങ്ങനെയെങ്കിലും നമ്മളെ തകർക്കാൻ പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ, അവൻ്റെ കഴിവിൽ അവൻ അഹങ്കരിക്കുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കാമല്ലോ. അലറുന്ന സിംഹം പോലെ സാത്താൻ നമ്മളെ തകർക്കുവാൻ ഒളിച്ച് പാത്തിരിക്കുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ പാതയിൽ നടക്കുമ്പോൾ സാത്താൻ ഇളകും, അവൻ പദ്ധതികൾ ഉണ്ടാക്കും. നമ്മളെ എങ്ങനെയെങ്കിലും കുഴിയിലിടാൻ പദ്ധതികൾ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് കർത്താവായ യേശുവിൽ പൂർണ്ണ സുരക്ഷിതത്വമുണ്ടല്ലോ. നമുക്ക് കർത്താവിൽ വസിക്കാം. കർത്താവിൽ നമ്മുടെ ബലം, നമ്മുടെ സങ്കേതം, നമ്മുടെ കോട്ട, ആ ക്രൂസിൻ്റെ തണലിൽ നമുക്ക് വസിക്കാം. സാത്താൻ എത്ര തന്ത്രങ്ങൾ കൊണ്ടെന്നാലും നമ്മുടെ ശ്രദ്ധ മാറല്ലേ. നമ്മുടെ ശ്രദ്ധ നമ്മുടെ കർത്താവിലായിരിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. നമ്മുടെ കർത്താവ് എല്ലാ സമയത്തും വിശ്വസ്തൻ. കർത്താവിൻ്റെ പാതയിൽ വിശ്വസ്തയോടെ നമുക്ക് നടക്കാം. മലയുടെ ഉയർന്ന അനുഭവമായിക്കോട്ടെ, താഴ്വരയുടെ ഇരുട്ട അനുഭവമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം, സങ്കീർത്തനത്തിനായി സ്തോത്രം, നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എത്ര വന്നാലും, ശത്രു നമ്മളെ തകർക്കാൻ എത്ര പദ്ധതികൾ ഉണ്ടാക്കിയാലും നീ വിശ്വസ്തൻ. കർത്താവെ, നിന്നിൽ ആശ്രയിച്ച് അസ്വർഗീയ സമാധാനവും സന്തോഷം അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയോട് ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആശ്രയം, ഞങ്ങളുടെ കോട്ട, ഞങ്ങളുടെ ശരണസ്ഥാനം നീ മാത്രം. നിന്നിൽ വസിക്കുവാൻ, നിന്നിൽ ശരണപ്പെടുവാൻ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥ.